ഞങ്ങളിപ്പോൾ പുരിയിൽ നിന്ന് ബ്രഹ്മപൂരിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു ഇക്ക കൂടെയുണ്ട്. ഷംസു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ശരിക്കും ഈ ഇക്കയുമായി ഞങ്ങൾക്ക് അങ്ങനെ മുൻപരിചയമൊന്നുമില്ല. ഞങ്ങളുടെ കൂടെയുള്ള പ്രസാദേട്ടൻ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ഒരു വ്യക്തിയാണ് ഈ ഇക്കയുടെ നമ്പർ തന്നത്. ഞങ്ങളങ്ങനെ ചുമ്മാ വിളിച്ചു നോക്കി. പക്ഷേ ഇക്കയുടെ ആതിഥ്യ മര്യാദ ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു പരിചയമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഏറെ സമയം ചെലവഴിച്ചാണ് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത്. ഇക്കയുമായി ഞങ്ങളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് നടക്കുകയാണ്. ഇത് നമ്മളിപ്പോ ഒരു ഒറീസയിലെ ഒരു നല്ലൊരു ഹോട്ടലിൽ വന്നേക്കണേ. വലിയ റെസ്റ്റോറന്റ് പോലെ നല്ല ഫുഡുകളാണ് പാവ് തന്നെ മസാല പാവ്, പിന്നെ എല്ലാ ചട്നി, പലതരത്തിലുള്ള ചട്നി. വളരെ നല്ലൊരു സെറ്റപ്പാണ്. നമുക്ക് വന്ന് ഞങ്ങൾക്കൊരു എന്റെ ഫ്രണ്ട് പരിചയപ്പെടുന്നതാണ് ഈ ഒരു റെസ്റ്റോറന്റ്. ओडिशा में हमारा पूरा मदद किया 2 दिन से. हमारे लिए पूरा खाना ओडिशा का जेन्युइन फूड हमें खिलाया. आज सुबह अच्छा एकदम बढ़िया ब्रेकफास्ट खिलाया, चाय पिलाया. हम अभी तारातारिणी की तरफ निकल रहे हैं. हमारे लिए गाड़ी भी अरेंज करके दिया, पूरा सुविधा दी हमारे. थैंक यू. ഇനി വീണ്ടും ബ്രഹ്മപൂരിൽ ചെന്ന് ഞങ്ങൾ ഷംസുബായിയുമായി കാണുകയാണ്. ഷംസുബായി ഞങ്ങൾക്ക് വേണ്ടി വിഭവ സമൃദ്ധമായ ഒരു ഡിന്നർ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും വളരെ ആസ്വദിച്ച് തന്നെയാണ് ആ ഡിന്നർ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഷംസുബായിയോട് യാത്ര പറയുകയാണ്. ആ സ്നേഹസമ്പന്നനായ ഇക്കയ്ക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സമ്മാനങ്ങൾ റെജിയേട്ടനും രാജീവേട്ടനും കൂടി സമ്മാനിച്ചു.